ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ പ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളേവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ചില ദിവസങ്ങൾക്ക് ശേഷം വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ 35ാമത്തെ റിലേഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് ദി ബിലൗഡ് സൺ. ക്രൈസ്റ്റ് ആസ് ദി ബിലൗഡ് സൺ, ക്രിസ്തു പ്രിയപുത്രൻ. നമുക്ക് വളരെ സുപരിചിതമായ വാക്യമാണിത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം എടുക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാം നാം വളരെ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളൊരു വാക്യമാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അതുപോലെ തന്നെ മറുരൂപമലയിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് താൻ രൂപാന്തരപ്പെട്ട സമയത്തും ഇതുപോലെ ശബ്ദമുണ്ടായി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. നമുക്ക് ഏവർക്കും അറിയുന്നൊരു കാര്യമാണ് പ്രിയപുത്രൻ, ഏകജാതൻ, ദൈവപുത്രൻ എന്നൊക്കെയും അവന് ഓരോ ഓഫീസുകളുള്ളപ്പോൾ ഒരു പ്രത്യേകമായ ഒരു ഓഫീസാണ് പ്രിയപുത്രൻ എന്നുള്ളൊരു ഓഫീസ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയാലാണ് ഇക്കാര്യം നമുക്ക് വളരെ കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ജോർദാൻ നദീതീരത്ത് സ്നാപകയോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ തക്കവണ്ണം യേശു കടന്നു വരുമ്പോൾ നടക്കുന്ന ചില സംഭാഷണങ്ങളിൽ നിന്ന് അല്പം ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഈ വിഷയത്തിൻ്റെ ആഴത്തിലേക്കൊന്ന് മനസ്സിലാക്കി അതുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇപ്രകാരം പ്രിയപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു രീതിയിലാണോ അല്ലയോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നെ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിലൊന്ന് ശോധന ചെയ്യുവാനായിട്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നൊരു വിഷയമാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് യശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി യോഹന്നാൻ കടന്നു വന്ന് പ്രസംഗിക്കുന്ന ഒരു ഭാഗം ഞാൻ അല്പം ആ ഭാഗത്തേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചുകൂടെ വരാം. യശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം ഞാൻ പലപ്പോഴും 40-ന്റെ 3-ാം വാക്യം കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. അപ്പോൾ യഹോവയ്ക്ക് വേണ്ടി വഴിയൊരുക്കുമ്പോൾ യഹോവയുടെ മഹത്വം വെളിപ്പെടണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടക്കണം. അതാണ് പ്രസംഗിക്കേണ്ടത്. കേട്ടോരുത്തും വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുകയും നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുകയും. നിരപ്പാക്കുന്ന എങ്ങനെയാണ്? എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ യഹോവയ്ക്ക് വെളിപ്പെടുവാൻ തക്കവണ്ണം പുതിയ നിയമത്തിൽ ക്രിസ്തു വെളിപ്പെടുന്നത് സീനാൻ മലയിലുമല്ല, മർക്കുസിൻ്റെ മാളികയിലുമല്ല. ദൈവവചനം കേൾക്കുന്ന ക്രിസ്തു വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലാണ് വെളിപ്പെടുന്നത്. ഇത് വെളിപ്പെടണമെങ്കിലുള്ള കണ്ടീഷൻ ആണ് പറയുന്നത്. എല്ലാ താഴ്വരയും നികന്നു വരണം. എല്ലാ ബോണ്ടേജുകളിൽ നിന്നും അല്ലെങ്കിൽ താഴ്വരയുടെ അവസ്ഥകളിൽ നിന്ന് മനുഷ്യനെ പാപത്തിൻ്റെ അടിമത്വത്തിൽ വെച്ചിരിക്കുന്നിടത്തു നിന്നും ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ശക്തി അന്ധകാരത്തിൽ അടക്കി വച്ചിരിക്കുന്നെന്നും ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ അവിശ്വാസം ഇട്ടുകൊണ്ട് വ്യാപരിക്കുന്ന ശക്തിയിൽ നിന്നും ഒക്കെയും ആ താഴ്വരയുടെ അവസ്ഥയിൽ നിന്ന് നികന്നു വന്നു എല്ലാ മലയും കുന്നും താണും വരണം, എല്ലാ ഉയർച്ചകളും താണു വന്ന് നിരനിരത്തി വരണം, വളഞ്ഞതൊക്കെയും ചൊവ്വാകണം. വളഞ്ഞ വഴിക്ക് സമ്പാദിക്കുന്നത്, വളഞ്ഞ വഴിയിലുള്ള സംസാരങ്ങൾ, ഉപായ രീതിയിലുള്ള
രീതികൾ, അങ്ങനെ ഏതെല്ലാം വക്രമായ രീതിയിലുള്ള പ്രവൃത്തികളുണ്ട്, ഇതൊന്നും തന്നെ ഹൃദയത്തിലുണ്ടായാൽ ഈ സുവിശേഷം കേൾക്കുന്നത് വ്യർത്ഥമാണ്. അപ്പോൾ ഇതിനെ പുറത്ത് കളയുന്ന വിധത്തിലുള്ള ഒരു സുവിശേഷ ഘോഷണമായിരിക്കണം സുവിശേഷകൻ്റെ വായിൽ നിന്ന് പുറപ്പെടേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും സ്നാപയോഹന്നാന് ലഭിച്ചതുപോലെ തല ഛേദിക്കപ്പെടുന്ന അവസ്ഥയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇതെല്ലാം മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ വേണം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനായിട്ട്. ഇവിടെ അധികമായിട്ട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ഇത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ അധികം നിൽക്കുന്നില്ല. അപ്പോൾ യോഹന്നാൻ പ്രസംഗിച്ചത് എന്തായിരുന്നു എന്നതിനെക്കുറിച്ചൊന്ന് അല്പമായിട്ടൊന്ന് ചിന്തിക്കാൻ വേണ്ടിയായിരുന്നു അവിടെ അത്രത്തോളം വായിച്ച്. അങ്ങനെ എല്ലാ താഴ്വരയും നികന്നും എല്ലാ കുന്നും താണും വരുന്നിടത്ത് ആമേ സ്തോത്രം വരണമെന്നും ദുർഘടമായതൊക്കെ സമഭൂമിയാകണം, വളഞ്ഞ വഴികളൊക്കെ നേരെയാവണം എന്നൊക്കെയും പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കുന്ന യോഹന്നാൻ്റെ അടുത്തേക്ക് അനേക പാപികൾ, അതായത് ഇങ്ങനെ വചനം കേട്ട് പ്രസംഗം കേട്ടുകൊണ്ട് വളഞ്ഞ വഴികളേക്ക് ഉപേക്ഷിച്ച് എല്ലാ ഉയർച്ചകളെയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് താഴ്വരയുടെ അവസ്ഥയിൽ നിന്ന് ആ വചനം കേട്ടപ്പോൾ ജീവിതം പ്രാപിച്ചവരൊക്കെയും കടന്നു വന്നുകൊണ്ട് യഹോവയെ സ്വീകരിക്കുക, ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കുമ്പോൾ സമ്മതത്തോടു കൂടെ കടന്നു വന്ന് അവനാൽ സ്നാനമേൽക്കുവാൻ തയ്യാറായിത്തീർന്നു. അപ്പോൾ ഇതുപോലെ താഴ്വരയുടെ അവസ്ഥയോ കുന്നും മലകളൊന്നും ഇല്ലാത്തതും ദുർഘടമായ അല്ലെങ്കിൽ വക്രമായ രീതിയിൽ വളഞ്ഞ വഴിയിൽ ക്രൂക്കഡ് വേസിൽ ഒന്നും പ്രവർത്തിക്കാത്ത സ്ട്രെയിറ്റ് ഫോർവേഡായിരിക്കുന്ന നിലയങ്കി ധരിച്ചവൻ അല്ലെങ്കിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ എന്ന് യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ കാണുമ്പോൾ നിലയങ്കി ധരിച്ചവൻ എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള പാപം അവനിലില്ല. സ്തോത്രം. വക്രമായതൊന്നും അവനിലില്ല. അങ്ങനെ ഇരിക്കുന്നവൻ ഈ പാപികളുടെ നിരയിൽ വന്നുകൊണ്ട് സ്നാനപ്പെടാൻ പോകുന്ന സമയത്ത് യോഹന്നാൻ അവനോട് പറയുന്ന വാക്യമാണ്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. അനേകർക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്നുത്തരം പറഞ്ഞു. എന്നാറേ അവന് സമ്മതിച്ചു. എന്താണ് ഈ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം? ഇത് പറഞ്ഞിട്ടാണ് സ്നാനം വെൽക്കുന്നത്. ഇത് സ്നാനമേറ്റുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതും അവൻ്റെ മേൽ വസിക്കുന്നതും സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്നുള്ള ശബ്ദം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഇതിനൊന്ന് അല്പമായിട്ട് ചിന്തിച്ചാൽ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെടുന്നതിൽ വിഘടിച്ച് നിൽക്കുന്നവരായിക്കോട്ടെ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവരായിക്കോട്ടെ, അവർക്കൊരു അറിവിന് വേണ്ടിയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, എന്താണ് ഈ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം? എന്താണ് ഈ സകല നീതി? ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ പറയുന്നത് ടു ഫുൾഫിൽ ഓൾ റൈഷ്യസ്നെസ്, അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടിയും വിസ്തരിച്ച് പറഞ്ഞാൽ ടു ഫുൾഫിൽ ദ ഡിമാൻഡ്സ് ഓഫ് ദ ലോ ഓഫ് ഗോഡ്. ദൈവപ്രമാണത്തിൻ്റെ ഡിമാൻഡ്സ് നിവർത്തിക്കുക. കുറച്ചും കൂടി വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കി വച്ചപ്പോൾ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു അവനെ സൃഷ്ടിച്ചത്. അവൻ ദൈവത്തെ പോലെ സ്തോത്രം നിത്യനായിട്ട് താൻ എത്രത്തോളം പരിശുദ്ധനായിരിക്കുന്നു അത്രത്തോളം വിശുദ്ധനായിട്ട് സ്തോത്രം മനുഷ്യനാക്കി വച്ചിരുന്നു. എന്നാൽ അവിടെ വിശുദ്ധൻ എന്ന അവസ്ഥയിൽ നിന്ന് അവനെ പുറന്തള്ളുവാൻ തക്കവണ്ണം, അശുദ്ധൻ എന്ന് എണ്ണി പുറന്തള്ളുവാൻ തക്കവണ്ണം, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് അവൻ്റെ ഡിസൊബീഡിയൻസ് ആയിരുന്നു. ഇതേവർക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്നതും ആർക്കും ആർഗ്യുമെൻ്റ് ഇല്ലാത്തൊരു വിഷയമാണ്. അതേ സമയത്ത് ദ ഡിവൈൻ ലോ വളരെ മനസ്സിലാക്കണം. ദ ഡിവൈൻ ലോ മാനവജാതിയുടെ മേൽ വിധിച്ച ശിക്ഷയാണ് നിത്യമായ മരണം. ഇത് ദൈവമല്ല വിധിക്കുന്നത്. ഡിവൈൻ ലോ, ദൈവത്തിൻ്റെ
പ്രമാണം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അല്പമായ ഭാഗങ്ങളൊക്കെയാണ് ന്യായപ്രമാണം, ദ ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി തന്നതും കർത്താവ് അവിടെ ഇവിടേക്കായിട്ട് പ്രസംഗിച്ചതും. ഇതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു 1 യൂണിറ്റ് പോലെയാണ്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ന്യായപ്രമാണത്തിൽ ഒരു തെറ്റ് ചെയ്താൽ സകല തെറ്റിച്ചതിനും തുല്യമാണ്. വ്യഭിചരിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ മോഷ്ടിക്കുന്നുവെങ്കിൽ നീ വ്യഭിചരിച്ചതിനും എല്ലാത്തിനും തുല്യമാണ്. അപ്പോൾ അവിടെ അനുസരണക്കേട് കാണിച്ച് തിന്നരുതെന്ന് പറഞ്ഞ് വൃക്ഷഫലം തിന്നപ്പോൾ ഡിവൈൻ ലോ അവൻ്റെ മേൽ വിധിച്ച വിധിയാണ് നിത്യമായ മരണം. ഈ വിധിയെ ഇളവ് ചെയ്യുവാനോ ഇല്ലായ്മയാക്കുവാനോ ഒന്നും തന്നെ ദൈവത്തിന് സാധ്യമല്ല. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ദൈവരാജ്യം നിലനിൽക്കുകയില്ല. അപ്പോൾ ഈ ഡിവൈൻ ലോയുടെ ഡിമാൻഡിന് നിവൃത്തി വരത്തക്കവണ്ണം, അതിനെ സാറ്റിസ്ഫൈ ചെയ്യത്തക്കവണ്ണം ഒരു മരണം, ഒരു നിഷ്കളങ്ക മരണം നടന്നേ ഒക്കുകയുള്ളൂ. അതിനുവേണ്ടി സൃഷ്ടിതാവായവൻ തന്നെ തൻ്റെ കരങ്ങളാൽ സൃഷ്ടിച്ച മനുഷ്യൻ്റെ മേലുള്ള ശിക്ഷയെ, അവൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും മേലുള്ള ശിക്ഷയെ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് അവൻ കോടി യുഗങ്ങൾ പാതാളത്തിലും പിന്നീട് നരകത്തിലും അനുഭവിക്കേണ്ടതായിട്ടുള്ള ശിക്ഷ അവന് പകരമായി തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് അവന് പകരക്കാരനായി തീർന്നുകൊള്ളാമെന്ന് ക്രൂശിൽ നടക്കാൻ പോകുന്ന സംഭവത്തെ ജലത്തിൽ സാക്ഷീകരിക്കുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നാനം. ഈ സ്നാനമേൽക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, യേശു ക്രിസ്തു സ്നാനപ്പെട്ടുകൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു വന്നു, അതുകൊണ്ട് നമ്മൾ സ്നാനപ്പെടണം. നോ, വിശ്വാസിയുടെ സ്നാനം അതല്ല. ഞാൻ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കാനല്ല ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് 40-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ അതേപോലെ തന്നെ അതിനെ എടുത്തുകൊണ്ട് എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോഴും എടുത്തു പറഞ്ഞിരിക്കുന്നത്, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. തനിക്ക് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുവെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ കൂടെയൊക്കെ വളരെ വ്യക്തമായി ഓരോ കാര്യങ്ങളും താൻ എവിടെ ജനിക്കും എന്നു തുടങ്ങി തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൊണ്ടും പാതാളത്തിൽ പോകുന്നതും അമ്മേ സ്തോത്രം ഇസ്കർത്ത യൂത ഉറ്റുകൊടുക്കുന്നതും ആമേ തൻ്റെ മുഖത്ത് തുപ്പുന്നതും ആമേ മുതുകത്ത് അടിക്കുന്നതും കവിളിൽ രോമം പറിക്കുന്നതും ഇങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ നേരത്തെ താൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ തന്നെ പ്രവാചക പുസ്തകങ്ങൾ സങ്കീർത്തനങ്ങൾ കൂടി വെളിപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട് ശത്രുക്കളും ദോഷികളുമായി തീർന്ന ഈ ശബ്ദം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പകരക്കാരനായിക്കൊണ്ട്, ശത്രുവായിരുന്ന നമുക്ക് പകരക്കാരനായതുകൊണ്ട് നമ്മുടെ മേലുള്ള ശിക്ഷയെ താൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന് ജലത്തിൽ സാക്ഷീകരിച്ച് കാണിക്കുന്ന സമയത്താണ് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവഭാഗത്തേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഈ ശബ്ദം കേൾക്കേണ്ട ആവശ്യകതയുണ്ട്. ഞാൻ എൻ്റെ ചെറിയൊരു സാക്ഷ്യം പറയാം. എപ്പോഴാണ് നമുക്കിങ്ങനെ ഇങ്ങനൊരു ശബ്ദം കേൾക്കാൻ പറ്റുന്നത്? ഞാൻ കേരളത്തിൽ സ്ഥിരമായി താമസത്തിന് കടന്നു വന്ന് 2016 ശേഷം ചില മാസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു വീട് പണിത് താമസിക്കാൻ തുടങ്ങി. എൻ്റെ ചുറ്റുപാടും അയൽക്കാരെല്ലാം തന്നെ ഈ ഒരു വിഷയത്തിൽ ആദ്യമേ എന്നോട് വലിയ കാര്യമായിരുന്നൊക്കെയായിരുന്നു. പക്ഷേ യഥാർത്ഥ സത്യത്തിന് വേണ്ടി ഞാൻ സുവിശേഷ വേലയുമായിട്ട് ദേശത്ത് കടന്നു വന്നപ്പോൾ എൻ്റെ ചുറ്റുപാടും എല്ലാവരും എതിർക്കുവാൻ കാരണമായി തീർന്നു. ഒരു പ്രത്യേക ഇൻസ്റ്റൻസിൽ വീടിൻ്റെ ചുറ്റും മതിലുകളും കമ്പിവേലിയൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു മതിലിൽ കൂടെ ഇവിടെ പറയും നീറെന്ന് ചിലർ പറയും, ചിലർ അതിനെ പുളിയുറുമ്പെന്ന് പറയും. അങ്ങനെ വളരെ വളരെ കൂട്ടമായിട്ട് മരങ്ങളൊക്കെ വന്ന് കൂട് കെട്ടുകയൊക്കെ വളരെ ഉപദ്രവിക്കുന്നതാണ്. അപ്പോൾ ഈ മതിലിൽ കൂടെ വളരെ കാര്യമായിട്ട് പോകുന്ന സമയത്ത് ഞാനൊരു ചൂട്ട് കത്തിച്ചു. ചൂട്ടെന്ന് പറഞ്ഞാൽ ഉണങ്ങിയ തെങ്ങിൻ്റെ ഓല കത്തിച്ചുകൊണ്ട് അവയെക്കുറിച്ച് കരിച്ചു കളയുന്ന സമയത്ത് എൻ്റെ അടുത്ത വീട്ടിലൊരു പെൺകുട്ടി പറയായിരുന്നു, ഇതാണ്ട് 4ാമത്തെ ഭ്രാന്തൻ. അതായത് എൻ്റെ ഭാര്യ, 2 പെൺമക്കൾ,
3 കഴിഞ്ഞു, ഞാൻ 4-ാമത്തെ അപ്പം 4 പേരെയും ഭ്രാന്തനെന്ന് വിളിച്ചുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ പ്രവർത്തി കഴിഞ്ഞു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അലക്ക് കല്ലുണ്ട്. ആ കല്ലിലിരുന്നൊരു പാട്ട് പാടി, മഹത്വമേ മഹത്വമേ മഹത്വം തെന്നാമത്തിനു എന്ന പാട്ട്. ആ പാട്ട് ഒരു 5-6 പ്രാവശ്യം ഈ പരിഹസിച്ചവരുടെ മുമ്പിൽ തന്നെ വളരെ സന്തോഷത്തോടെ കൈയടിച്ച് നല്ല ഉച്ചത്തിലങ്ങ് പാടി. ഇവരെല്ലാവരും കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നു. പരിഹസിക്കാവുന്നൊരു പരിഹാസങ്ങളൊക്കെ എന്ന് പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ വളരെയേറെ സന്തോഷം. ആ സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഈ ശബ്ദം കേൾക്കുന്നത്, എൻ്റെ മകനെ എന്ന്. ഞാൻ വളരെ സന്തോഷിച്ചു പോയി. പറഞ്ഞതിൻ്റെ അർത്ഥം എന്തറിയാമോ? എന്നെ മാനിച്ചവരുടെ മുമ്പിൽ, എന്നെ വലിയതായിട്ട് മാനിച്ചവരുടെ തന്നെ നേരെ തിരിഞ്ഞ് ഏറ്റവും നിന്ദ്യമായ രീതിയിൽ നിന്ദിക്കുന്ന സമയത്തും കർത്താവിലുള്ള സന്തോഷത്തിൽ ആമേ സ്തോത്രം. എന്താ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം? ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം ഭ്രാന്തെന്നായിരിക്കും. പക്ഷേ സ്വർഗത്തിൽ നമുക്ക് മാറാത്ത മാനമാണ് കിട്ടുന്നത്. അതുകൊണ്ട് അത് നാം സഹിച്ചാൽ, അതാണ് പറയുന്നത്, അവനോടുകൂടെ തേജസ്വീകരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രയും. അപ്പോൾ തനിക്ക് വരാൻ പോകുന്നതായിട്ടുള്ള ആ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, ഈ മാനവജാതിയുടെ മേൽ ദൈവിക ഭരണകൂടം വിധിച്ചതായ ശിക്ഷ, അവിടെ സകല നീതിയും എന്ന് പറയുമ്പോൾ കുറച്ചധികം ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് സകല നീതിയും, എന്താണ് ദൈവിക ഭരണകൂടത്തിൻ്റെ നീതികൾ എന്നൊക്കെയും പഠിക്കണമെങ്കിൽ ഇതേ വെബ്സൈറ്റിൽ, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞ ഏകദേശം 12 എപ്പിസോഡുകളൊരു ക്ലാസ് കാണാം. ഞാൻ ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ കാണുകയാണ്. എന്താണ് സർവ്വനീതിയും സകല നീതിയുമെന്ന് യേശു ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാനുഷിക നിയമമാകട്ടെ, ഡിവൈൻ ലോ ആകട്ടെ, അതിലൊരു നീതിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അനുസരിക്കുന്നവന് പ്രതിഫലം കൊടുക്കുക, അനുസരണക്കേട് കാണിക്കുന്നവന് മാതൃകാപരമായി ശിക്ഷിക്കുക. അതേപോലെ തന്നെ പബ്ലിക് ജസ്റ്റിസിന് സാറ്റിസ്ഫൈ വരുത്തുക. ഒരു രാജ്യത്തിൻ്റെ പ്രജകൾ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവന് യോഗ്യമായ ശിക്ഷ കൊടുക്കണമെന്ന് ആ രാജ്യത്തിൻ്റെ പ്രജകളുടെ ഹൃദയത്തിൽ, വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ തന്നെ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കും. നിങ്ങൾ പൊതുനിരത്തിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരു ദോഷമായ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം പറയും അവന് ശിക്ഷ കൊടുക്കണം. അതേ സമയത്ത് രാജ്യത്തിൻ്റെ നിയമം മാനിക്കുന്നതായിട്ടുള്ള പ്രജകളെ യോഗ്യമായ രീതിയിൽ മാനിക്കുക, പ്രതിഫലം കൊടുത്ത് മാനിക്കുക എന്നുള്ളതും ദൈവിക ഭരണകൂടത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ്. അങ്ങനെ പല കാര്യങ്ങളെയും ആസ്പദമാക്കിക്കൊണ്ടാണ് സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് യോഹന്നാൻ സമ്മതിക്കുന്നത്. തുടർന്ന് അവൻ സ്നാനമേറ്റു എന്നുള്ള കാര്യം, യേശു സ്നാനമേറ്റു ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്നെ പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾ കൂടെ മനസ്സിലായല്ലോ. സ്തോത്രം. മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, മത്തായി സുവിശേഷം തന്നെ 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്കൊന്ന് എടുത്തു വായിക്കാം. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ആമേൻ. സ്തോത്രം. നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ 2-3 വാക്യം മുന്നേ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവിടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവരോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദമുണ്ടായി. ദൈവഭാഗത്തേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും ചെവി കൊടുക്കുവാൻ ഡിവൈൻ ഗവൺമെൻറ് നൽകിയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് യേശു ക്രിസ്തു. സ്തോത്രം. മറ്റൊരുത്തിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. സ്തോത്രം.
അപ്പോൾ സുവിശേഷം ഇനി ഭരമേൽപ്പിക്കാൻ പോകുന്ന തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ തൻ്റെ മഹത്വത്തെ അല്പമായിട്ട് വളരെ ലളിതമായിട്ടൊന്ന് വെളിപ്പെടുത്തിയപ്പോൾ ആമേൻ സ്തോത്രം പത്രോസിന് മനസ്സിലായി, യാക്കോബിന് യോഹന്നാന് മനസ്സിലായി. അമ്മേ പത്രോസ് തൻ്റെ ലേഖനത്തിൽ അത് എഴുതിയിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണെന്ന്. ഇതേപോലെ ഇന്നും വിശ്വാസത്താൽ ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ മിക്കവാറും എപ്പിസോഡുകൾ പറയുന്നത് പോലെ ആ മഹിമ നമ്മുടെ സോളിൽ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ, ആ പുനരുത്ഥാന ശക്തി നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന് 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂടെ ഒന്നൊരു കൂട്ടാളികളായി തീരണം. അപ്പോഴാണ് നമുക്ക് അവൻ്റെ പുനരുത്ഥാനത്തിന് ശക്തി കിട്ടുന്നത്. ആ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടാളികളാകുന്ന സമയത്ത് സ്തോത്രം നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ സോളിൽ ഇന്നും ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി വെളിപ്പെടുത്തുന്നുണ്ട്. ഇത്തരം ശുശ്രൂഷകളൊക്കെയും വിശ്വാസഗോളത്തിൽ നിന്ന് മാറിപ്പോയി പല വ്യാജ ശക്തികളെയും വെളിപ്പെട്ട് അവയുടെ ശക്തിയിൽ പ്രവചനം, പ്രസംഗങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നുകൊണ്ട് സത്യത്തെ മറയ്ക്കുവാൻ തക്കവണ്ണം സാത്താൻ എത്ര ശ്രമിച്ചാലും ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്നരുളിയവൻ തൻ്റെ പ്രവൃത്തിയെ ഇന്നും നടത്തുന്നുണ്ട്. അപ്പോൾ സ്തോത്രം ദൈവഭാഗത്തേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും ഈ പ്രിയപുത്രൻ എന്ന ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ സ്തോത്രം ഞാൻ പറയട്ടെ, നമ്മുടെ മേലുള്ള ദൈവഹിതത്തിനു വേണ്ടി ക്രിസ്തു തൻ്റെ മേലുള്ള ദൈവഹിതത്തിനു വേണ്ടി എങ്ങനെ സമർപ്പിച്ചുവോ അതേപോലെ ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിച്ച്, സമ്പൂർണ്ണമായി സമർപ്പിച്ച്, അത് ഹൃദയം കൊണ്ട് സമർപ്പിച്ചതാൽ മാത്രം പോരാ, അതിനെ പരസ്യമാക്കുന്ന സമയത്താണ്. അത് സ്നാന ശുശ്രൂഷയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, അതൊരു ഭാഗം മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പോഴാണ് സ്വർഗം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെ തന്നെയും കണക്കിടുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്ക് ലൂക്കോസ് സുവിശേഷത്തിൽ മറ്റൊരു ഭാഗം വായിക്കുന്നത്, എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വ്യർത്ഥമാക്കി കളഞ്ഞു. അപ്പം യോഹന്നാൻ കടന്നു വന്ന് സ്നാനത്തെക്കുറിച്ച് കൊണ്ട് പ്രസംഗിച്ചു, അവൻ ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷയെ പ്രസംഗിച്ചു. അനേക പാപികൾ കടന്നു വന്ന് അവനാൽ സ്നാനമേറ്റുകൊണ്ട് യഹോവയ്ക്കായി ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു. ക്രിസ്തു തൻ്റെ മേലുള്ള ആ ദൈവഹിതത്തെ ജനത്തിൽ സാക്ഷീകരിച്ചു, അതവൻ ക്രൂശിൽ നിവർത്തിച്ചു. എന്നാൽ പരീശന്മാരും ന്യായശാസ്ത്രിമാരും യോഹന്നാൻ പ്രസംഗിച്ച പ്രസംഗം കേട്ടു, ദൈവത്തിൻ്റെ ആലോചന എന്തെന്ന് വ്യക്തമാക്കി, എങ്കിലും അത് അനുസരിക്കാതെ വ്യർത്ഥമാക്കി കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ സമയത്തും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി, ആമേൻ, പ്രധാനപ്പെട്ട വാക്യം പറഞ്ഞാൽ പുത്രനോട് അനുരൂപരായിത്തീരുക, പുത്രനെ ധരിക്കുക, ദൈവത്തിൻ്റെ സകല നിറവോളം നിറഞ്ഞു വരിക. അതിന് ഏതെല്ലാം അവസരങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നു. ചിലപ്പോൾ വളരെ കഠിനമായി നിന്ദയുടെ മുമ്പിലായിരിക്കും, ചിലപ്പോൾ വളരെ കഠിനമായ ഉപദ്രവങ്ങളുടെ മുമ്പിലായിരിക്കും, ചിലപ്പോൾ കഠിനമായ ശത്രുവിൻ്റെ പോരാട്ടത്തിന് മുമ്പിലായിരിക്കും. ഏതൊരവസ്ഥയിലായാലും ക്രിസ്തുയേശുവിലുള്ള ആശ്രയം, അതാണ് ദൈവഹിതം. ദൈവഹിതം അതാണ്. അതിനുവേണ്ടി ഡിവൈൻ ഗവൺമെൻറ് എപ്പോഴും ജാഗരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു, തീർച്ചയായിട്ടും കൃപാസനത്തിന് മറുപടി ഉടനെ നിശ്ചയമാണ്, സഹായം നിശ്ചയമാണ്. ഹല്ലേലൂയ. ഇത് വളരെ ലളിതമായൊരു സംഭവമാണെങ്കിലും ഈ പ്രിയപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരവസ്ഥ വളരെ ആത്മബലം നൽകുന്നതാണ്, വളരെ ഉത്തേജനം നൽകുന്നതാണ്. ക്രിസ്തുവിൽ നമ്മെ തുറന്നു പോകുന്ന നമ്മുടെ ഓരോ പരിശോധനകളിലും, മരുഭൂമിയുടെ ഏതൊരവസ്ഥയിലും ആ വിളി കേട്ടവർക്ക്
വ്യക്തിപരമായി തൻ്റെ സോളിൽ ആ വിളി കേട്ടവർക്ക് അത്യധികമായ ബലം കിട്ടുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പരിശോധനകളിൽ കഷ്ടതകളിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന, ഞാൻ പല എപ്പിസോഡിലും പറയാറുള്ളതാണ്. കഷ്ടതയുടെ തീച്ചൂളയിലാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമെന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കുന്ന എപ്പോഴാണ്? നമ്മുടെ കഷ്ടതയുടെ തീച്ചൂളയിൽ നാം ആരിൽ ആശ്രയിക്കുന്നു. ഈ ലോകത്തിൽ മറ്റും ആശ്രയിക്കുകയാണെങ്കിൽ നാം ഔട്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാകുകയില്ല. എന്നാൽ ആ കഷ്ടതയുടെ തീച്ചൂളയിൽ ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ ആശ്രയിക്കുന്നു. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേയിരിക്കും, പ്രോഗ്രസീവായി നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രിയപുത്രൻ എന്ന ശബ്ദം കേൾക്കാനിടയായിത്തീരും. ഈ ശബ്ദം കേൾക്കുന്ന ഏവർക്കും ഈ ഒരു ഭാഗ്യത്തിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവ് ഈ ഒരു റിലേഷൻ്റെ ആഴം അവിടെ സോളി മനസ്സിലാക്കി കൊടുത്ത് ഇവിടെ കഷ്ടതയുടെ തീച്ചോളിയിൽ പുത്രനെ ആശ്രയിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ കർത്താവേ. നിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.